ഹലോ, ഗുഡ് മോർണിംഗ്. മഞ്ഞ് പെയ്യും പുലരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ക്രിസ്മസ് ഒക്കെ അടുത്തെത്തി. നമ്മുടെ ആസ് യൂഷ്വൽ റൊട്ടീനൊക്കെ തുടങ്ങി. കുട്ടികൾക്കൊക്കെ എക്സാം തുടങ്ങി. പിന്നെന്താ ക്രിസ്മസ് വിശേഷങ്ങൾ. രാവിലെ സ്കൂളിൽ പോകാനുള്ള തിരക്ക്, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ എക്സാം നടക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ എക്സാമൊക്കെ ഇപ്പം പറഞ്ഞ ക്രിസ്മസ് പരീക്ഷ എന്ന് പറഞ്ഞാൽ നമുക്ക് പണ്ട് മുതലേ അറിയാലോ അല്ലേ. ഓണപ്പരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, അതൊക്കെ ഒരു ടെൻഷൻ പിടിച്ച സമയങ്ങളാണ്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അവരൊക്കെ പോയി. പിന്നെ ഇന്ന് സ്കൂളിലെ ആനുവൽ ഡേ ആണ് കുട്ടികളുടെ. അപ്പോൾ ഇന്ന് വേഗം പരിപാടികളൊക്കെ തീർത്ത് സ്കൂളിലേക്ക് പോകണം. പരിപാടികൾ കാണാൻ ഒത്തിരി പ്രോഗ്രാമുകളുണ്ട്. അയ്യോ, അപ്പോൾ വേഗം ചടപടി നമ്മുടെ ഉച്ചയ്ക്കലത്തെ പരിപാടികളൊക്കെ തീർത്തിട്ട് വേണം പോവാൻ, അല്ലെങ്കിൽ പിന്നെ ലേറ്റ് ആവും. അപ്പോൾ ലഞ്ചിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഞാനിനി സ്കൂളിലേക്ക് പോകണം. ഒരുപാട് കലാപരിപാടികളുണ്ടായിരുന്നു. എല്ലാതും ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഇതിവിടെ പാട്ട് ടി വിയിൽ പ്ലേ ചെയ്യുന്നുണ്ട്. എൻ്റെ ജോലികൾ നടക്കുമ്പോൾ എനിക്ക് ബോറടിക്കരുതല്ലോ. അങ്ങനെ എൻ്റെ എക്കാലത്തെയും ഫേവറേറ്റ് ഗാനങ്ങൾ ഇത് കണ്ടപ്പോൾ ആർക്കെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. നമ്മുടെ പണ്ടത്തെ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ്റെ പാട്ടുകൾ. അങ്ങനെ സ്കൂളിലേക്ക് പോകാനൊക്കെ റെഡിയായി. ഇനി പോയി പരിപാടികളൊക്കെ കണ്ടു വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം കേട്ടോ. ഒത്തിരി നല്ല നല്ല ഡാൻസുകൾ ഞങ്ങൾക്ക് സ്പീഡ് ചെയ്ത് കാണിക്കാം, അല്ലെങ്കിൽ കോപ്പിറൈറ്റ് കിട്ടും. കുറച്ച് കാണിക്കണുള്ളൂ, എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യാനൊന്നും പറ്റില്ല. ഒത്തിരി കലാപരിപാടികളുണ്ടായിരുന്നു. കുട്ടികളുടെ അതിമനോഹരമായ പെർഫോമൻസാണ് നമ്മൾ സ്റ്റേജിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. LKG മുതൽ വലിയ ക്ലാസ് വരെയുള്ള കുട്ടികളുടെ പെർഫോമൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ സ്കൂളിൻ്റെ ഹൗസിൻ്റെയൊക്കെ സ്പോർട്സ് ഡേയുടെ പ്രൈസുകൾ, ട്രോഫി കൊടുക്കൽ, അങ്ങനെ ഒത്തിരി പരിപാടികൾ. പിന്നെ ഞങ്ങളുടെ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ സെലിബ്രേഷൻ വരെയാണ്. അപ്പോൾ ഒരു സൈഡിൽ അതിൻ്റെ വർക്ക്, അതായത് സെലിബ്രേഷനുള്ള പ്രോഗ്രാമുകളുടെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടികളുടെ പ്രോഗ്രാം ഇത്തവണ ഞങ്ങളുടെ വലിയവരുടെ പ്രോഗ്രാം ഇല്ല. ഞങ്ങൾ 2 യൂണിറ്റ് കൂടിയിട്ട് ഒരുമിച്ചാണ് എപ്പോഴും ക്രിസ്മസ് സെലിബ്രേഷൻസ് നടത്താറ്. പക്ഷേ ഞങ്ങളുടെ ടീമിലത്തെ ആസ്ഥാന ഗായികയുടെ ഡെലിവറി കഴിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ടീമിൻ്റെ പാട്ട് ക്യാൻസലാക്കി. കുട്ടികളുടെ പ്രോഗ്രാമുകൾ, നാടകം, സ്കിറ്റ്, അതുപോലത്തെ കുറച്ച് പരിപാടികൾ, ഡാൻസ്, അങ്ങനത്തെയൊക്കെ ഉണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ നിന്നില്ല, അപ്പുറത്തെ യൂണിറ്റുകാർ പാടുന്നുണ്ട്. ഇനി ഇവിടുത്തെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് നാട്ടിൽ പോയിട്ട് ക്രിസ്മസ് ആഘോഷിക്കാൻ. അങ്ങനെ ഒരു വർഷം കൂടി കഴിഞ്ഞു പോയാൽ എന്ത് പെട്ടെന്ന് കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് ഇപ്പോഴും ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുക. എന്ത് പെട്ടെന്ന് വർഷങ്ങളൊക്കെ പോണതല്ലേ. സമയം പോണതിന് ഒരു കയ്യും കണക്കില്ല. അങ്ങനെ സ്കൂളിലെ പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ നമ്മൾ ക്രിസ്മസിനെ വരവേൽക്കാനായിട്ട് വീട്ടിലൊരു കേക്കൊക്കെ വാങ്ങിച്ചു. കേക്ക് കട്ട് ചെയ്തു. അതിനുശേഷം വൈൻ ഇരിപ്പുണ്ടായിരുന്നു. വൈൻ ഇത് എൻ്റെ മദറിലോ ഇട്ടതാണ്. ഒരു വർഷം കഴിഞ്ഞതാണ്. കുറച്ചും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ഈ വർഷം ഇത് അങ്ങോട്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഇത് ജാതിക്ക കൊണ്ടുള്ള വൈനായിരുന്നു കേട്ടോ. ഇതിങ്ങനെ ഇരുന്ന് ഒരു വർഷമൊക്കെ ആയല്ലേ. നല്ല ഗ്യാസ് ഉണ്ട് കേട്ടോ ഏകദേശം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ അത് കഴിഞ്ഞു. അങ്ങനെ ഈ വർഷത്തെ ക്രിസ്മസിൻ്റെ വരവറിയിച്ചുകൊണ്ട് കേക്കും വൈനും കുടിച്ച് നമ്മൾ തുടക്കം കുറിച്ചു. ഇനി അടുത്തത് നമ്മൾ പള്ളിയിൽ നിന്നായിരിക്കും. പള്ളിയിലത്തെ കേക്കും വൈനായിരിക്കും അടുത്ത തുടക്കം. അങ്ങനെ ഒരു വർഷത്തെ 2024 ക്രിസ്മസ് നമ്മളിത് തുടക്കം കുറിച്ചു. അത് കഴിഞ്ഞ് വൈകുന്നേരത്തെ പരിപാടി, നേരത്തെ ഡിന്നർ കഴിക്കും. ഡിന്നറൊക്കെ കഴിഞ്ഞ് വെറുതെ ചുമ്മാ ക്രിസ്മസ് റിഹേഴ്സലുകൾ വെറുതെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ പ്രോഗ്രാമിന് നമുക്ക് പോകണം. അത് അവസാന നിമിഷം ഒരു ക്രിസ്മസ് സെലിബ്രേഷനിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതാണ് നമ്മുടെ അടുത്ത വീഡിയോ. അപ്പോൾ സെലിബ്രേഷന് പോകാനുള്ള ഒരുക്കാണ്. രാത്രിയായിരുന്നു പരിപാടി. നമ്മൾ പ്ലാൻ ചെയ്തത് വേറെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ അവസാന നിമിഷത്തിൽ നമുക്ക് എൻ്റെ പ്രോഗ്രാം ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ വലിയ കാര്യമായ ട്വിസ്റ്റൊന്നും വലിയ ഡ്രസ്സിങ്ങിലില്ല. ഉള്ളൊരു ഡ്രസ്സ് ഇട്ട് പോയി. കുട്ടികളുടെ പ്രോഗ്രാമുകൾ നേരത്തെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ എൻ്റെ പ്രോഗ്രാമൊന്നും ഉണ്ടായിരുന്നില്ല. അത് അവസാന നിമിഷത്തിലാണ് തീരുമാനമായത്. അങ്ങനെ അതിന് പോകാനുള്ള തയ്യാറെടുപ്പുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിന് ശേഷം ഞാൻ ആരായിരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് ഗസ് ചെയ്ത് കമൻറ്റ് ചെയ്തിട്ടോളൂ. എന്തായിരിക്കും എൻ്റെ റോള് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ഇട്ടോളൂ. അപ്പോൾ അടുത്ത വീഡിയോ
നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷനിലെ സ്കിറ്റായിരിക്കും. സ്കിറ്റിലെ ഒരു റോളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. കുറേ ജീവിതത്തിൽ ആദ്യമായിട്ടെന്ന് പറയാൻ പറ്റില്ല, ചെറുപ്പത്തിൽ കുട്ടികൾക്ക് കരോളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, അല്ലാതെ വേറെ ഇങ്ങനത്തെ നാടകത്തിലൊന്നും ഞാൻ ഇങ്ങനെ പങ്കെടുത്തിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. അല്ലാതെ വേറെ ഇല്ല, നാടകത്തിൽ ക്രിസ്മസ് നാടകമായിട്ടൊന്നും ഞാൻ പങ്കെടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പോകാനുള്ള തയ്യാറെടുപ്പുകളാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഹാപ്പി ക്രിസ്മസ്. വേറെ ഡ്രസ്സ് ഉണ്ടായിരുന്നു, ഇതൊക്കെ മാറ്റണം. നമുക്ക് ഇന്നൊരു സർപ്രൈസ് പരിപാടി ഉണ്ട്, അതാണ് നമ്മുടെ ഡ്രസ്സിലൊക്കെ ഒരു മാറ്റം. ഇതായിരുന്നില്ലേ നമ്മുടെ പ്ലാൻ ചെയ്തിട്ടുള്ള ഡ്രസ്സ്, വേറെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ള ഡ്രസ്സ്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. വേറൊരു സർപ്രൈസ്, കുട്ടി സർപ്രൈസ് ഉണ്ട്, എല്ലാവരും കണ്ടോളൂ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.